കണ്ണൂർ മൗണ്ടൻ ഇപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിലെ DCC ആസ്ഥാനത്താണ്. ഇവിടെ നമുക്ക് കാണാം, എൻ്റെ പുറകിൽ കാണാം, പ്രവർത്തകർ ഒരു ആഹ്ലാദ പ്രകടനത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ VD സതീശൻ, നിയുക്ത മുഖ്യമന്ത്രി നമ്മുടെ VD സതീശൻ ആയിരിക്കുകയാണ്. ഇന്ന് 12 മണിക്കായിരുന്നു ആ ഒരു പ്രഖ്യാപനം ഹൈക്കമാൻഡിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം പ്രവർത്തകർ പടക്കം പൊട്ടിച്ചും അതുപോലെ തന്നെ ആഹ്ലാദ പ്രകടനത്തിന് തയ്യാറായിരിക്കുകയാണ്. നമുക്ക് ഓരോ പ്രവർത്തകരോടും ചോദിക്കാം, അവർ എത്രമാത്രം ഈ ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ എത്രമാത്രം അവർ സന്തോഷവാനാണെന്നും അവരുടെ ആശങ്കകളും നമുക്ക്, അല്ലെങ്കിൽ അവർക്ക് ഇനി എന്താണ് പറയാനുള്ളതെന്ന് അവൻ്റെ ഓരോ പ്രവർത്തകരോടും നമുക്ക് ചോദിക്കാം. ഇപ്പോൾ കണ്ണൂർ മൗണ്ടൻ DCC ഓഫീസിലാണ്. നമുക്ക് പേരെന്താ? എൻ്റെ ഒരു വികാസത്താഴ്ന്ന്. വികാസ്. അപ്പോൾ വികാസ് ഭായി, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അതായത് റിസൾട്ട് കഴിഞ്ഞിട്ട് 10ാമത്തെ ദിവസം ഇന്ന് കറക്റ്റ് നമ്മുടെ മുഖ്യമന്ത്രിനെ പ്രഖ്യാപിച്ചു. എന്താണ് പറയാനുള്ളത്? കേരളത്തിന് ഒരു ശക്തനായ മുഖ്യമന്ത്രി വേണമെന്നാണ് കോൺഗ്രസ്സുകാരായ ഓരോരുത്തരും മനസ്സിൽ. അപ്പോൾ അതിന് അനുസരിച്ചുള്ള ഒരു ഹൈക്കമാൻഡിൻ്റെ ഒരു തീരുമാനമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ഒരു നടപടിയാണ് പാർട്ടി എടുത്തിരിക്കുന്നത്. അതിനോട് യോജിച്ച് ഞങ്ങൾ പോകും. നിങ്ങളുടെ ഒരു മനസ്സിൽ VD സതീശൻ തന്നെ ആയിരുന്നു നയിക്കണമെന്നുണ്ടായിരുന്നോ? ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ആരാണോ അവർ വരട്ടെ എന്നാണ് നമ്മുടെ മനസ്സിൽ. അത് പാർട്ടിയാണ് നമ്മൾ ഏറ്റവും വലുത്. പാർട്ടി തീരുമാനിക്കുന്നതാണ് അതോ മുന്നോട്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ 10 ദിവസങ്ങളിൽ പല സ്ഥലത്തും പല പ്രശ്നങ്ങളൊക്കെ കണ്ടു. അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെറുതായിട്ട് അത് പറയാന്ന് വെച്ചാൽ പ്രവർത്തകരുടെ ഒരു വികാരമാണ്. അത്ര നമ്മൾ മനസ്സിലാക്കും. പ്രവർത്തകരുടെ വികാരം മാത്രമാണ്, വേറൊന്നുമല്ല. അല്ലാതെ നേതാക്കന്മാര് പറഞ്ഞിട്ടോ നേതാക്കന്മാർ ചെയ്യുന്നു ഒരു നേതാവും എടുത്തു പറയില്ല. എൻ്റെ പേര് പറയണമെന്ന് ഒരു നേതാവും പറയില്ല. അത് ഓരോ പ്രവർത്തകന്റെ വികാരം മാത്രമാണ്. ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെ വികാരമാണ്. അപ്പോൾ ഇനി നമുക്കില്ല ഈ 5 വർഷം വിജയകരമായിട്ട് VD സതീശൻ നയിക്കുമെന്ന് തീർച്ചയായിട്ടും ഒരു സംശയം വേണം. പാർട്ടി തീരുമാനിച്ച ഒരു ലീഡറെ ആക്കിയിട്ടുണ്ട്. അവർ ഇതുമായിട്ട് മുന്നോട്ട് പോകും. ജനങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു മുഖ്യമന്ത്രി ആയിരിക്കും VD സതീശൻ. ഉറച്ച വിശ്വാസത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. അതെ അതെ. നിലപാടിന്റെ നായകനെ ധീരതയോടെ നയിച്ചോളൂ. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ VD സതീശന് അഭിവാദ്യങ്ങൾ. കേരളത്തിൻ മുഖ്യമന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 102 സീറ്റോടെ ഏറ്റവും വലിയ വിജയം നേടിയ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അമരക്കാരനായ VD സതീശനെ AICC കേരളത്തിലെ മുഖ്യമന്ത്രിയായി ഇന്ന് 12 മണിക്ക് പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ആഘോഷങ്ങൾ നടന്നു. ഇതിൻ്റെ തുടർച്ചയായി കണ്ണൂർ DCCയുടെ നേതൃത്വത്തിൽ DCC ഓഫീസിൽ വച്ച് കേക്ക് മുറിക്കുകയും ആഹ്ലാദ പ്രകടനം നടത്തുകയും ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ KC മുഹമ്മദ് ഫൈസൽ, റഷീദ് കവ്വായി, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിജിൽ മോഹൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനാവണമെന്നുള്ളതും ഇവിടുത്തെ സാധാരണക്കാരുടെ ഒരു ആവശ്യമാണ്. ആ ആവശ്യം ഇന്ന് നിറവേറ്റിയതിന്റെ ആഹ്ലാദ പ്രകടനമാണ്. കഴിഞ്ഞ 10 വർഷത്തെ ദുർഭരണത്തിന് കേരള ജനത തന്ന അംഗീകാരം, അതാണ് VD സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനം എന്നാണ് ഞങ്ങൾ കരുതുന്നത്. 100% ജനവികാരമാണ്, ജനഹിതമാണ്. പാർട്ടി പ്രവർത്തകർ എന്നതിനപ്പുറത്തേക്ക് പൊതുജനങ്ങളുടെ ഒരു വികാരമാണ് VD സതീശൻ മുഖ്യമന്ത്രിയാവണമെന്ന്. ഹൈക്കമാൻഡ് പൊതുജനങ്ങളുടെ വികാരം മനസ്സിലാക്കിയെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനനുകൂലമായി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എടുത്ത തീരുമാനത്തെ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ജനാധിപത്യ വിശ്വാസികളും അംഗീകരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ എല്ലാ മേഖലകളിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ഒരു വലിയ മുന്നേറ്റം തെളിയിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഹാപ്പിയാണോ? സന്തോഷമുണ്ട്. നമ്മുടെ ജനാധിപത്യം പുലർന്നു എന്ന് പറയാം. VD അല്ലാതെ മറ്റാരെങ്കിലും വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, വീട്ടിൽ തന്നെ വരുന്ന പ്രതീക്ഷ. KSRTCയിലൊക്കെ സൗജന്യമായി പോവാം. അതൊക്കെ അവർ തീരുമാനിക്കുമല്ലോ. നമ്മളത് പറഞ്ഞ കാര്യമാണ്. അതൊക്കെ വഴിയേ വരും. അതിന്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. ഉണ്ട്. എന്താ പ്ലാൻ? എവിടെ പോവാനാ? പോകാനൊന്നും പ്ലാൻ ഇപ്പൊ ഇല്ല. എന്തായാലും KSRTCയിൽ ഒന്ന് സൗജന്യ യാത്ര ചെയ്യും ഉറപ്പാ. 10 ദിവസം കാത്തിരുന്നിട്ടാണ് ഈ ജനങ്ങൾ ഒരുപാട്, അതായത് VD സതീശന്റെ പേരാണ് ഒരുപാട് പറഞ്ഞു കേട്ടത്. എന്ത് തോന്നുന്നു? തീർച്ചയായും വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കേരളത്തിലെ ജനങ്ങളുടെ ജനഹിതം മനസ്സിലാക്കിക്കൊണ്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എടുത്ത ഏറ്റവും ശക്തമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ളത്. വളരെയധികം സന്തോഷമുണ്ട്.
കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരുന്നത്. ഇനി വരുന്ന 5 വർഷം കഴിഞ്ഞ 5 വർഷം വി ഡി സതീശൻ നയിച്ചതുപോലെ എല്ലാ കാര്യത്തിലും വി ഡി സതീശൻ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തുടർന്നും ഈ വരുന്ന തീർച്ചയായും അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് എല്ലാ കാര്യത്തിലും ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയാണ് കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം അനുഭവിച്ച യാതനകൾ വേദനകൾക്കുമുള്ള അറുതി വരുത്തിക്കൊണ്ടാണ് വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒത്ത് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പ്രവർത്തിക്കുമെന്ന് ഉറച്ച വിശ്വാസങ്ങൾക്കുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ പബ്ലിക്കിൽ പോയി കുറച്ച് റിപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങൾക്ക് ഒരു വിഷമമുണ്ട് ഈ ഒരു 10 ദിവസം നീണ്ടുപോയതിൽ. അതിന് ജനങ്ങളോട് എന്താണ് പറയുന്നത്? ജനങ്ങൾക്ക് ആ 10 ദിവസം കാത്തു നിൽക്കുന്നതിന് അതിന് 10 ദിവസം കാത്തുനിന്നതിന് ഏറ്റവും സന്തോഷകരമായ ഒരു തീരുമാനം തന്നെയാണ് AICC എടുത്തിരിക്കുന്നത്. ആ 10 ദിവസം എന്നുള്ളൊരു ചെറിയൊരു കാലയളവാണ്. ഏതായാലും ആ തീരുമാനത്തിന് വേണ്ടി നല്ല തീരുമാനത്തിന് വേണ്ടി 10 ദിവസം കാത്തുനിന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു. പേരെന്താണ്? ബിജു ഉമ്മർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര KSRTCയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെന്ത് സന്തോഷം അങ്ങനെയുണ്ട് പറയാൻ പറ്റും? വളരെയധികം സന്തോഷമാണ് നമ്മുടെ ഈ ഹൈക്കമാൻഡ് എടുത്തതും നമ്മുടെ ഭരണം നമുക്ക് കിട്ടിയ UDFന്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ല, നല്ല തീരുമാനം. നല്ല കഴിഞ്ഞ 10 വർഷം വനിതകൾക്ക്, അതായത് കേരളത്തിലെ സ്ത്രീകൾക്ക് സുരക്ഷിതം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷം സ്ത്രീകളെ കഴിഞ്ഞ ഗവൺമെന്റ് അവോയ്ഡ് ചെയ്യായിരുന്നു ചെയ്തത്? കഴിഞ്ഞ 10 വർഷവും ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾക്കൊരു മറു തീരുമാനമാണ് ഇപ്പോൾ വന്ന ജനങ്ങൾ അംഗീകരിച്ച ഒരു UDFന്റെ അംഗീകാരം. അങ്ങനെ അത് ഞാൻ ചോദിച്ചത് സ്ത്രീകൾക്കായിട്ട് പ്രത്യേകിച്ച് ഇടതുപക്ഷ ഗവൺമെന്റ് എടുത്ത തീരുമാനം. കൊടുക്കും സ്ത്രീകളാണ് മുൻഗണനയിൽ അതെല്ലാം പറയും. ഒരു കാര്യം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ UDFന്റെ ഭരണത്തിൽ ബസ്സിൽ കയറണം, ബസ് ഉണ്ടാവും, എല്ലാം തീരുമാനങ്ങളും ബസ് മാത്രമാണ് മറ്റ് എന്തെല്ലാം കാര്യങ്ങൾ എല്ലാം പറയുന്ന ഹൈക്കമാൻഡ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. ഈ ആശാ വർക്കർമാർക്കെതിരെ അവരനുഭവിച്ച ദുരിതങ്ങൾക്കെതിരെ ഒരു നല്ലൊരു തീരുമാനമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഇന്ദിരാ ഗ്യാരണ്ടി. അപ്പോൾ കഴിഞ്ഞ 10 വർഷം സ്ത്രീകൾ അനുഭവിച്ച ദുരിതങ്ങൾ അവർക്ക് ഒരു ഗ്യാരണ്ടി ഇതുവരെ ഇടതുപക്ഷ ദുർഭരണം നടത്തിയിട്ടുണ്ട്. ഇനിയില്ല ഈ വരുന്ന 5 വർഷം നല്ല രീതിയിൽ പോകുന്ന തീർച്ചയായിട്ടും നല്ല ഭരണമായിരിക്കും. അത് നമ്മളെ മുഖ്യ രാധാകൃഷ്ണൻ ഏട്ടാ, ഈ കഴിഞ്ഞ 4-ാം തീയതി റിസൾട്ട് വന്നിട്ട് ഇന്നിപ്പം 10 ദിവസമായി. അപ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്കൊരു മുഖ്യമന്ത്രിനെ തിരഞ്ഞെടുത്തത്. അത് കോൺഗ്രസിന്റെ വീഴ്ചയാണോ അതോ നേട്ടമാണോ? വീഴ്ചയായിട്ടൊന്നും പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ മറ്റുള്ള പാർട്ടിയുടെ മാതിരി ഏകാധിപത്യത്തിൽ നമ്മളെ ഒരാളെ തീരുമാനിക്കുന്ന ഒരു പാർട്ടിയൊന്നുമല്ല ഇത്. അവർ പലതും ആലോചിച്ചിട്ട് ഒരാൾക്ക് ഒരു മുഷിവും ഇല്ലാത്ത വിധത്തിൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ കുറച്ച് ദിവസം എടുത്തു എന്നല്ലാണ്ട് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മൊത്തം ജനങ്ങളെ നമ്മുടെ അധികം ഭൂരിപക്ഷം ജനങ്ങളും വി ഡി സതീശൻ തരണം തന്നെയാണ്. അത് തന്നെ ആയാലും ഭയങ്കര സന്തോഷമുണ്ടാകും. വി ഡി സതീശൻ ജനനായകനാണ്. ആവണം തന്നെയാണ് നമ്മളെ. അപ്പൊ ഇനിയിൽ 5 വർഷം അയാൾ നല്ലോണം ഭരിച്ചു കഴിഞ്ഞാൽ എന്നും തുടരായിട്ട് ഇതാവും. ഇവർ പറഞ്ഞ ഇതെല്ലാം നടപ്പിലാക്കി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അയാൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഞാൻ പറയാം, നടപ്പിലാക്കണം. അല്ലാതെ അപ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങളില്ല. പെൻഷൻ്റെത്, KSRTCയിൽ ഫ്രീ, അതൊക്കെ എത്ര കണ്ട് നടപ്പിലാവുമെന്ന് പറയാൻ പറ്റൂല. ഓക്കെ. അപ്പോൾ രാധാകൃഷ്ണേട്ടൻ പറയുന്നത്, അതായത് നമ്മുടെ കണ്ണൂർ പഴയ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന രാധാകൃഷ്ണേട്ടനാണ്. അപ്പോൾ രാധാകൃഷ്ണേട്ടൻ പറയുന്നത് വെച്ചാൽ, അതായത് പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കുകയാണെങ്കിൽ ഇനിയും കോൺഗ്രസിന്റെ ഉയരങ്ങളിലേക്ക് പോകാമെന്നാണ് പറയുന്നത്.